الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأهل بيته وصحبه الله سبحانه وتعالى നമ്മെ അവരുടെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുവദിച്ച ആയുസ്സിൽ ബാക്കിയുള്ള മുഴുവൻ അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യാൻ അള്ളാഹുവും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ടേൽപ്പിച്ചവർ, ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നവർ, പള്ളിയും അനുബന്ധ സംവിധാനം വഴി സഹായിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഈ ലോകത്തും വിജയം നൽകട്ടെ. ആമീൻ. നാടൊട്ടുക്കും അനിസ്ലാമികമായ പ്രവണതകളും അനാശാസ പ്രവർത്തനങ്ങളും വ്യാപകമാകുന്നതിനെ കുറിച്ചും അതിന്റെ ഓർമ്മപ്പെടുത്തലിനെ കുറിച്ചും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഈ മഹാപ്രപഞ്ചത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കത്തിൽ വരാനിരിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട അടയാളങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന മതപരമായ അറിവിന്റെ ഇല്ലായ്മയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന അജ്ഞതയും അറിവില്ലായ്മയും വളരെ ഗൗരവത്തോടുകൂടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറം മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച അടയാളത്തെ കുറിച്ചാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. സാർവത്രികമാവുന്ന വ്യഭിചാര സംവിധാനം അത് ഈ പ്രപഞ്ചത്തിന്റെ നാശത്തിന്റെ തുടക്കമാണ്. അതിലെത്രത്തോളം ഒരു വിശ്വാസി ജാഗ്രത പാലിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിചാരത്തിലേക്കുള്ള വഴികളെ പോലും അതീവ ഗൗരവത്തിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസ് നമ്മൾ പറഞ്ഞു. ഒരന്യ പുരുഷന്റെ സമീപത്ത് ഒരു പെണ്ണ് നിൽക്കുമ്പോൾ പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ജീവിതത്തിൽ വരാം. പല കാരണങ്ങൾക്ക് വേണ്ടിയും അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു പെണ്ണിന്റെ കൂടെ അവിടെ മഹ്റമുണ്ടായിരിക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു വെച്ചത് വിചാരത്തിലേക്കുള്ള വഴികൾ അടക്കാനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ ഗൗരവത്തോടു കൂടി പറയുന്ന ഒരു ഹദീസുണ്ട്. അലാ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഗൗരവമാണ്. പറയാനിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവവും തീവ്രതയും ഓർമ്മപ്പെടുത്താനാണ് അലാ എന്ന വാക്ക് ആദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസഹും അശ്ശൈത്താൻ. ഗൗരവമാണ്. നിങ്ങൾ അറിയണം, ഒരു അന്യപുരുഷന്റെ സമീപത്ത് ഒരു അന്യപുരുഷനും ഒരു പെണ്ണും പരസ്പരം വിവാഹബന്ധം ഹറാമില്ലാത്ത അന്യരായ ആണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ, ഒരു സ്ഥലത്തുണ്ടായാൽ അവിടെ മൂന്നാമതായി പിശാചുണ്ടാവും, ഇബ്ലീസുണ്ടാവും. മുഹമ്മദ് റസൂൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യം. എന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടായാൽ അവിടെ നമ്മുടെ കൂടെ ഒന്നുകിൽ നമ്മുടെ ഭാര്യയോ അതല്ലെങ്കിൽ പെണ്ണിന്റെ കൂടെ പെണ്ണിന്റെ മഹറമായ ആളുകളോ ഉണ്ടായിട്ടില്ല എങ്കിൽ അവിടെ പിശാച് കൃത്യമായി ഇടപെടും. ഇന്ന് നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. പിശാച് ഇടപെടും. കാരണം അതിലൂടെ വരാനിരിക്കുന്ന മഹാദുരന്തത്തിൽ ആസ്വദിക്കാൻ പിശാചിന്റെ വഴിയിലേക്കാണ് ഉണ്ടാക്കാനാണ് അവന്റെ പണി. ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി ജാഗ്രത പാലിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം എന്തുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നമുക്ക് അധോലോക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒപ്പക്കാരുടെ അതിശക്തമായ ചെറുപ്പുനിൽപ്പിൽ ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ ഒരു സ്വേച്ഛാധിപതികളുടെ രൂപത്തിൽ ഭരിച്ചിരുന്ന ആളുകൾക്കൊക്കെ തന്നെ മന്ത്രിമാരെ മാറ്റേണ്ടി വന്നു. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അതീവ ഗൗരവമായി ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളൊക്കെ ഈമാൻ നഷ്ടപ്പെട്ട് പോയേക്കാവുന്ന സാഹചര്യത്തിൽ നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഈ വിഷയത്തെ പിന്നെയും ഓർമ്മപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണൽ ഹറാമാക്കിയതുകൊണ്ടാണ്. അത് നിഷിദ്ധമാണ്. അനാവശ്യമായി നിർബന്ധിതമായ നിർണായക ഘട്ടങ്ങളിലല്ലാതെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണാൻ പാടില്ല.
പെണ്ണവരുടെ മുഖവും അവരുടെ ശരീരഭാഗത്തിന്റെ ആകാര വടിവുകൾ വടിവാമാത്തുവിധ വസ്ത്രം ധരിക്കണം, ജിൽബാബ് താഴ്ത്തിടണം എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ്? ഇവിടെയെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ചില ആളുകൾക്ക് മനസ്സിലാക്കിയ തങ്ങന്മാർക്കോ മൂല്യമാർക്കോ ഭാര്യമാർക്കുള്ളതാണ് ഈ ഹിജാബ് അല്ല. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും അവിടെ മുഖമാണ്. നാൽപ്പത്തക്ഷയം അത് കാണാതിരിക്കാനാണ് ആണിനെ പെണ്ണിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ ഹൃദയത്തിലേക്ക് വരുന്നത് പുരുഷനായതുകൊണ്ട് ഒന്ന് മറക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് പാലിച്ചിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന അതീവ ഗുരുതരമായ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിലെ സുഖങ്ങൾ പോലും അനുഭവിക്കാതെ വിദേശങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെ മറ്റുള്ളവർ ഭാര്യമാർ മറ്റുള്ള കൂടെയാണ്. കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ അതിന്റെ വാർത്തകൾ വായിച്ചതാണ്. എന്തുകൊണ്ട് നമ്മൾ ഇതിന്റെ വഴി അടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ ചിന്തനീയമായ നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വളരെ ചിന്തിക്കാനുള്ള ഹദീസാണ്. അന്നവറു നോട്ടം, നമ്മൾ ഒരു അന്യ പെണ്ണിനെ നോക്കുന്നത് ഇബ്ലീസിന്റെ വിഷം പുരട്ടപ്പെട്ട നുബുവത്തിന്റെ കലാമാണ്. വാക്കാണ്. നോട്ടം എന്ന് പറയുന്നത് പിശാചിന്റെ അമ്പാണെന്നല്ല പറഞ്ഞത്. അമ്പിന്റെ പ്രത്യേകം പറയാം. അത് എവിടെയെങ്കിലും നമ്മൾ ഏതുവിട്ടാൽ ശരീരത്തിൽ കുറച്ചുകാരിയാൽ തിരിച്ചെടുത്ത് പ്രയാസം. ശരീരത്തിൽ മുറിവേൽക്കാതെ ശരീരത്തിൽ നിന്ന് ഇറച്ചികളൊക്കെ മുറിഞ്ഞു പോവാതെ തിരിച്ചെടുക്കുന്ന വളരെ പ്രയാസമാണ്. അത് ശരീരത്തിൽ ചെന്ന് തറച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇബ്ലീസിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പാണ്. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവത്തിലാണെന്നാണ് റസൂലോട് ഓർമ്മിച്ചത്. ഈ വിഷം പുരട്ടപ്പെട്ട അമ്പ് ശരീരത്തിൽ തറച്ചു കയറിയാൽ എങ്ങാനും ആ അമ്പ് നമ്മൾ റിമൂവ് ചെയ്താൽ പോലും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ വിഷം കാരണം അത് നമ്മുടെ ശരീരത്തിൽ കടന്നു കയറി നമുക്ക് മരണം വരെ സംഭവിച്ചേക്കാം. ഇതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോട്ടത്തെ ഓർമ്മിച്ചത്. നമ്മളൊരു അന്യ സ്ത്രീയെ നോക്കുന്നത് ആ നോട്ടത്തിൽ നമ്മൾ പിന്തിരിഞ്ഞാൽ പോലും നമ്മുടെ ഹൃദയത്തിൽ ആ പെണ്ണിന്റെ ഭംഗിയും അതിന്റെ ആ ഒരു ലാവണ്യം നമ്മുടെ ഹൃദയത്തിൽ പിന്നെയും നിലനിൽക്കുമെന്നാണ്. സത്യല്ലേ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രയോഗം നോക്കി, വിഷം പുരട്ടപ്പെട്ട അമ്പ് പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ണിനെ തിരിച്ചെടുത്താലും നോട്ടത്തെ താഴ്ത്തിയാലും പിന്നെയും നമ്മുടെ ഹൃദയാന്തരത്തിൽ അതൊരു വിഷം പോലെ അത് പിന്നെയും കാണണമെന്ന ആ ഒരവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കരുതെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കുന്നു. ഈ ഹദീസിന്റെ അവസാനം അല്ലാഹു റസൂൽ പറയുന്നത് ഇങ്ങനെയാണ്, വമൻ തറകഹു ഖൗഫൻ മിനല്ലാഹി തആല ആതാഹു അല്ലാഹു ഈമാനൻ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി. ഈ നോട്ടത്തിന്, അന്യ സ്ത്രീകളിലേക്കുള്ള നോട്ടത്തിന് ഒരാൾ ഖൗഫൻ മിനല്ലാഹ്, അള്ളാഹനെ പേടിച്ചുകൊണ്ട്, ഇത് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. ഞാൻ നോക്കുന്നത് മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും എന്റെ സൃഷ്ടാവായ അള്ളാഹു കാണുന്നുണ്ട്. രേഖപ്പെടുത്താൻ അള്ളാഹു ഉത്തരവാദിത്തപ്പെട്ട മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നാളെ മഹ്ശറയിൽ എന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയം അത് പരസ്യമായി വായിക്കപ്പെടുമെന്നൊക്കെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് ഒരാൾ അന്യ സ്ത്രീയിലേക്ക് നോക്കുന്നതിനെ നിയന്ത്രിച്ചാൽ അവന്റെ ഹൃദയത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്ന വിധം ആസ്വാദികരമായ ഈമാനിന്റെ ടേസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ. നമ്മളൊക്കെ ഈമാനുള്ളവരാണ്. പക്ഷെ ഈമാനിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ സെക്കൻഡുകൾ കൊണ്ടൊരാൾ അനുഭവിച്ചാൽ പിന്നെ ജീവിതകാലത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും പ്രശ്നമില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അവിടുന്ന് വടി നിലത്തിട്ട് പാമ്പായ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വടികളൊക്കെ ഇട്ട് പാമ്പാക്കി രൂപാന്തരം തോന്നിപ്പിച്ച സാഹചര്യങ്ങൾ മുഴുവൻ മൂസാ നബി അലൈഹിസ്സലാം ചെയ്ത സത്യമാണെന്ന് ബോധ്യപ്പെട്ട സമയത്ത് ആ സെക്കൻഡിന്റെ ഉള്ളിൽ അവർ ഹൃദയത്തിലേക്ക് ഒരു ഈമാൻ കയറിയിട്ടുണ്ട്. അവർ വിശ്വസിച്ചു, ഞങ്ങൾ മൂസയുടെ അള്ളാഹെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചെന്ന് പറയുന്ന സമയത്ത് ഫിർഔൻ പറയുന്നുണ്ട്, നിങ്ങൾ മൂസയെ കൊണ്ട് വിശ്വസിച്ചാൽ നിങ്ങളെ ഈ ലോകത്ത് ഞാൻ തുല്യതയില്ലാത്ത വിധം ശിക്ഷിക്കുമെന്നും ഫിർഔൻ പറഞ്ഞപ്പോ പറഞ്ഞത് ചെയ്യുന്നവനാണ് ഫിർഔൻ.
ധിക്കാരിയാണ്. പക്ഷെ അതൊന്നും അവരെ പ്രശ്നമില്ല. എന്ത് ചെയ്താലും ശരി. പക്ഷെ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ, കാരണം ആ ഒരൊറ്റ സെക്കൻഡിൽ മഹാരഥന്മാരെ മുഫസ്സിറുകൾ അവർ വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു സെക്കൻഡിൽ അവർക്ക് ആസ്വാദികരമായ ഈമാനിന്റെ ആ ഒരു ടേസ്റ്റ് അവർ അനുഭവിച്ചെന്നാണ്. ഒരിക്കലെങ്കിലും ഒരു സെക്കൻഡെങ്കിലും അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നമ്മൾ അനുഭവിച്ചാൽ ആ ഒരു ഈമാനിന്റെ രസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നൊന്ന് ഇതൊക്കെ അനുഭവിച്ച് ആവോളം ആസ്വദിച്ചവരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത്. അതുകൊണ്ടാണ് അവർ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടിയത്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗമാണ്, അവിടുത്തെ ഓർമ്മപ്പെടുത്തലാണ്. അന്യ സ്ത്രീകളിലേക്ക് നമ്മൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നോട്ടത്തെ നിയന്ത്രിച്ചാൽ ഈമാനിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ സാധ്യമാകുമെന്ന് പരിശുദ്ധ റസൂൽ ഒരു കവി കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുല്ലുൽ ഹവാദിസി മബ്ദാ മിനൻ നദരി വമൗദഉൻ നാരി മിൻ മുസ്തസ്ദിരി ശറഇ. വല്ലാത്ത പ്രയോഗമാണ്. നോട്ടത്തിനാൽ, ഈ നോട്ടത്തിൽ നിന്നാണ് സകലമായ തെറ്റുകളും സംഭവിക്കുന്നത്. വിചാരത്തിന്റെ 1, 2, 3, 4 പടികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണമാകുന്നതിന്റെ തുടക്കം നോട്ടമാണ്. അതിന് മനോഹരമായ ഉദാഹരണം പറയുന്നത് അതിഭീകരമായ ലക്ഷങ്ങളുടെ കോടികളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തീവ്രമായ തീപിടുത്തത്തിന്റെ തുടക്കം ഒരു ചെറിയ സ്പാർക്കായിരിക്കും, അല്ലെ? ഒരു ചെറിയ സ്പാർക്ക്, ഒരു തീപ്പൊരി. ആ തീപ്പൊരിയാണ് പിന്നെ വലുതായി അതിഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തീജ്വാലകളായി മാറുന്നത്. അതുപോലെ നമ്മൾ നോക്കുന്ന ഒരൊറ്റ നോട്ടമായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സകല നിയന്ത്രണങ്ങളും മാറ്റി നമ്മുടെ ജീവിതം പാടെ മാറ്റിമറിക്കുന്നത്. അന്യ സ്ത്രീയിലേക്ക് ഒരു നോട്ടമായിരിക്കും. നേരെ തിരിച്ചും അങ്ങനെയാണ്. അതുകൊണ്ട് നോട്ടത്തെ നിയന്ത്രിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹറാമിലേക്കുള്ള നോട്ടത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ടേസ്റ്റ് അനുഭവിക്കുന്ന ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇതൊരു പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സംസാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. പ്രിയപ്പെട്ട സ്ത്രീകളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ വിളിച്ച് പറയാ, നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പോലും സ്ത്രീകളോട് ഓർമ്മപ്പെടുത്തലാണ്. അന്യ പുരുഷന്മാരോട് സംസാരിക്കേണ്ട സമയത്ത് കുഞ്ചി കുറഞ്ഞുകൊണ്ട് വശീകരിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹു സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളോടാണ് പറയുന്നത്. ആ സംസാരത്തിൽ എങ്ങാനും നിങ്ങൾ അവശ്യമായ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുഞ്ചിക്കോയുള്ള സംസാരം നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഖുർആൻ പറയുന്നു, ശരീര ഹൃദയത്തിൽ അല്പം ഈമാനിന്റെ കുറവുള്ള രോഗികളായ, മാനസിക രോഗികളായ, ഭ്രാന്തെന്നല്ല പറയുന്നത്, ഈമാൻ കമ്മിയുള്ള ചില രോഗികൾക്ക്, ഹൃദയരോഗമുള്ളവർക്ക് അതൊരു പക്ഷേ ഹൃദയത്തിൽ നിങ്ങളുടെ സംസാരം അത് പ്രശ്നമായേക്കാം. അത് പിന്നെ മറ്റുള്ള ചില ഹറാമിലേക്ക് വന്നേക്കാം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത്തരം ഭീകരമായ കുറ്റകൃത്യമെന്ന് ശാരീരിക ശുദ്ധി മുഴുവൻ നഷ്ടപ്പെടുന്ന, സാമ്പത്തികമായി ദാരിദ്ര്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അതിഭീകരമായ ഈ വ്യഭിചാരത്തിന്റെ ശാഖകൾ, അതിന്റെ തുടക്കങ്ങൾ പോലും നമ്മൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, വളർന്നു വരുന്ന ഒരു ജനറേഷൻ ഇതൊന്നും അത്ര നിസ്സാരമായി അങ്ങനെ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ സ്ത്രീകൾ സഹോദരിമാരൊക്കെ വീട്ടകങ്ങളിൽ ഇരുന്ന് അള്ളാഹുവിനെ ഓർക്കാനും ദീനിനെ അനുസരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊക്കെ സമത്വത്തിന്റെ പേര് പറഞ്ഞ് പുറത്തിറങ്ങാണ് അതിഭീകരമായി. അതുകൊണ്ട് തന്നെ ഇന്ന് വ്യാപകമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇതെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിയന്ത്രണം നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ കുടുംബത്തിലെങ്കിലും, നാട് നന്നാക്കുന്നത് സാധ്യമല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മളത് പറയാതിരുന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നന്നാസ, ഞാൻ അവസാനിപ്പിക്കാം, ഇന്നന്നാസ ഇദാ റഅൽ മുൻകറ ഫലം യുഗയ്യിറുഹു ഔശഖല്ലാഹു അൻ യുഅദ്ദിബഹും അൻ യഉമ്മഹും ബിഅദാബിഹി. നമ്മൾ പറയേണ്ടവർ പറയാതിരുന്നാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ പിതാവാണ്, രക്ഷിതാവാണ്, ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നമ്മൾ ഉണ്ടാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭീകരമായ ശിക്ഷ ഇറക്കിക്കൊണ്ട് നാടൊട്ടുമ്പോൾ നടപ്പാക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിത വിശുദ്ധി നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.